കുറിച്ച് എൻ്റെ എളിയ അറിവിലുള്ള ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊള്ളുകയാണ്. ഗോ വിശ്വമാത എന്നതാണ്, അതായത് ഗോ വിശ്വമാതാവാണ്. ഗോവിൻ്റെ മനോഹരമായ നയനങ്ങളിൽ നീല കളറാണ്, കാരണം അതിൽ കൃഷ്ണനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ കാലുകളിൽ മഹാവിഷ്ണു ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പിൻഭാഗത്ത് മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്നും പറയുന്നു. ഗോവിന്റെ നയനങ്ങളിൽ സദാ എപ്പോഴും ചന്ദ്രനും സൂര്യനും കുടികൊള്ളുന്നു. 1,44,410 പേർക്ക് ഒരു ഗോവിന്, അതായത് ഒരു പശുവിന് അന്നം കൊടുക്കുവാൻ സാധിക്കും ഒരു നേരം എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു പശുവിനെ കൊന്നാൽ 80 പേർക്ക് മാത്രമേ ഒരു നേരത്തെ ആഹാരം ലഭിക്കുകയുള്ളൂ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഗോവധം നിരോധിച്ചിരിക്കുന്നു. ഹിന്ദുമതം മാത്രമല്ല ഗോവധത്തിനെതിരെ പ്രതികരിക്കുന്നത്. ക്രിസ്ത്യനും ഇസ്ലാമിലും പറയുന്നുണ്ട് ഗോവിനെ വധിക്കരുത്, അതിനെ സംരക്ഷിക്കണമെന്ന്. ഇസ്രയേലിലെ ജനങ്ങളോട് ഗോവിനെ നശിപ്പിക്കല്ലെന്ന് പറയാൻ ബൈബിളിൽ പറയുന്നു. ഗോവിന്റെ രക്തം ഭൂമിയിൽ പതിഞ്ഞാൽ അത് അല്ലാഹുവിന്, സ്വർഗസ്ഥനായ അല്ലാഹുവിനെ വധിക്കുന്നതിന് തുല്യമാണെന്ന് മുഹമ്മദ് നബിയും പറയുന്നു. ഇന്ത്യയിൽ ഇതൊക്കെ നടന്നിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ പെറ്റമ്മയെ കണ്ടിച്ചു കീറി മുന്നിൽ കറിയായിട്ട് വെച്ച് തന്നാൽ ഓരോരുത്തരും കഴിക്കുമോ? അതുപോലാണ് ഗോമാതാവിനെ എല്ലാവരും ചെയ്യുന്നത്. ഇന്ത്യയിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ കേരളത്തിലെ പല ജില്ലകളിലും പ്രധാനമായും വടക്കനിലാണ് ക്യാൻസർ കൂടുതൽ. കാരണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബീഫ് തീറ്റയാണ് ഇതിന് കാരണം. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ മിണ്ടാതിരിക്കുന്നു. ഗോവിന്റെ മലമൂത്രം കൊണ്ട് 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാം, അതുകൊണ്ട് പച്ചപ്പ് നിറയാം, അതുപോലെ തന്നെ വിഷമുക്തമായ ആഹാരം ലഭിക്കാം. ഈ പാവപ്പെട്ട ഇത് നമ്മളോട് എന്ത് ചെയ്തിട്ടാണ് നാം ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത്? ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ നല്ല വായു, നല്ല ജലം എല്ലാം ലഭിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഭീരുവിനെ പോലെ പോയി ഒളിക്കുന്നതിലും നല്ലതാണ് ധീരനായി മരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.